അമേരിക്കയിലുള്ള സ്റ്റെയർ കേസിലുള്ള ഹാൻഡ് റെയിൽ കൊണ്ടുവന്നത് ഇവിടുന്ന് കേരളത്തിൽ നിർമ്മിച്ചിട്ടാണ് കേട്ടോ. ഒരു വലിയൊരു കമ്പനിയുടെ വിശേഷമാണ്. എന്തുമാത്രം ഹൈറ്റിലാണ് ഈ ഒരു അലൂമിനിയം ഗേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ. എന്തൊരു ലുക്കാണെന്നുള്ളത്. പാറ്റേൺസ് ബൈ എയറിൽ നമുക്ക് ഇവിടെ എത്തിച്ചു. ഇത് നമ്മൾ തിരിച്ച് പ്രൊഡക്ഷൻ എടുത്ത് നമ്മൾ കണ്ടെയ്നറിൽ കയറ്റി അയച്ചു. അപ്പൊ ഈ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരു കസ്റ്റമർ പറയുന്ന രീതിയിലാണോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഐഡിയ കസ്റ്റമർക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്? F0 എന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. ലോർഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കരുൺ സാറാണ്. കരുൺ സാറെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതേപോലെ തന്നെ ലോർഡ് കൃഷ്ണനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നുള്ള ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറെ വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ്? ഇന്ന് നമ്മൾ അലോയ് സ്റ്റെയർ കേസ് നമ്മൾ US എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ. ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അമേരിക്കയിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കയറ്റി എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതും ചെറിയതല്ലേ, വലിയ സ്റ്റെയർ കേസ് തന്നെയാണിത്. ഓക്കെ. ഈ അമേരിക്കയിലെ ഈ ഓർഡറുകൾ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത്? അവര് സ്റ്റെയർ കേസ് ഹാൻഡ് റെയിൽസ് ഓർഡർ ചെയ്തു, കൂടാതെ ഗാർഡൻ ഫർണിച്ചേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ കണ്ടെയ്നറിൽ ഇന്ന് പോകുന്നതാണ്, കയറ്റി പോവുകയാണ്. ഈ അലൂമിനിയം അലോയ് വെച്ചിട്ട് കേരളത്തിൽ എത്ര പ്രോജക്ട് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇഷ്ടംപോലെ പ്രോജക്റ്റ് ചെയ്തതിൽ ഒരു പ്രോജക്റ്റ് ആണിത്. ഇത് ശ്രദ്ധിച്ചറിയാം, കേർവ്ഡ് ആണ്, സ്ട്രെയിറ്റും ഉണ്ട്. അത് കൂടാതെ നമ്മുടെ മാസ്റ്റർ പില്ലേഴ്സും നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വർക്ക് ഇതിൽ വന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കാണുന്ന നമ്മുടെ സ്റ്റെയർ കേസ് ആണ് ഫ്രണ്ട് വ്യൂ തന്നെ വരുന്ന. മാസ്റ്റർ പില്ലേഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഈ ഒരു മാസ്റ്റർ പില്ലർ എന്ന് പറയുന്നതും അലൂമിനിയം അലോയ് തന്നെയാണ് വരുന്നത് അല്ലേ? ഇതെല്ലാം ഫുൾ അലൂമിനിയം അലോയ്സ് ആണ്. ഇത് നമ്മളുടെ ഫാക്ടറി തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഈ വർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെയിന്റിംഗ് ആണ്. നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഓയിൽ പ്രൈമർ ഫിനിഷിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെയിന്റ് ചെയ്യുന്ന ആന്റിക് പെയിന്റിംഗ് ചെയ്യുന്ന എക്സ്പെർട്സ് ഉണ്ട്. അവർ വന്ന് ചെയ്യുമ്പോഴാണ് ഇതിന് ഈ ഇത്രയും ഭംഗിയും ഫിനിഷിംഗ് ഒക്കെ വരുന്നത്. ഇതിൽ ചെയ്യുന്ന പെയിന്റുകൾ നമ്മൾ ഒരെണ്ണം മാത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഒക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ചെയ്യാം. യൂഷ്വലി അലോയ് വർക്ക് എല്ലാം ആന്റിക് പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. ഗോൾഡ് കൊടുക്കാം, അതല്ലെങ്കിൽ വൈറ്റ് ഉണ്ട്. ഇപ്പൊ അടുത്ത സൈറ്റ് നമ്മൾ വൈറ്റ് ആണ് ചെയ്യാൻ പോണത്. അടുത്ത നമുക്ക് ഗേറ്റ് കാണാം. ഈ ഗേറ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഹൈറ്റ് 5 മീറ്റർ ഉണ്ട്, 5 മീറ്റർ ഹൈറ്റ് ഉണ്ട്, സൈഡ് ഹൈറ്റ് വന്നിട്ട് 3 മീറ്റർ ഉണ്ട്. പാലസ് ഗേറ്റ്സ് ആണ് ഇതെല്ലാം. ഇത് ഫുള്ളും അലുമിനിയം ആണ്, അലുമിനിയം അലോയ് ആണ്, വെൽഡറ്റും ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടറൈസ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് മോട്ടോഴ്സ് മതി. മോട്ടോഴ്സ് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വളരെ ഗുണം ചെയ്യും. ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഹെവി ആയിട്ടുള്ള ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല. പക്ഷെ എന്നാൽ ഇത് ഭയങ്കര സ്ട്രെങ്ത്തും ആണ്. അപ്പൊ ഈ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരു കസ്റ്റമർ പറയുന്ന രീതിയിലാണോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഐഡിയ കസ്റ്റമർക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് അവർ ഡ്രോയിങ് തരും, അതല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഡ്രോയിങ് ആക്കി കൊടുക്കും. അതായത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏത് ഡിസൈനും ഏത് അളവിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഹാൻഡ് റെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രത്യേകമായിട്ട് നമുക്ക് മരത്തിന്റെ സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒട്ടും ആവശ്യമില്ല, മരം തന്നെ ആവശ്യമില്ല. ഫുൾ അലൂമിനിയത്തിൽ അലോയ് സ്റ്റെയർ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തു തരാം. നമ്മളെ കൈവെക്കുന്ന സ്ഥലത്തൊക്കെ എല്ലാം നമ്മുടെ ഇൻഹൗസ് മാനുഫാക്ചേർഡ് അലൂമിനിയം ഹാൻഡ് റെയിൽസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് അതിൻ്റെ അത് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഒരുമിക്ക ആൾക്കാരും ഇപ്പൊ അലുമിനിയം ആണ് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, അത് റീയൂസബിൾ ആണ്, ഒരു ഗ്രീൻ പ്രോഡക്റ്റും കൂടിയാണ്. നാളെ നമ്മുടെ മുടക്കിയ പൈസ തുല്യമായിട്ടുള്ള പൈസ തിരിച്ചും കിട്ടും. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും കാണാം. ഈ ഒരു പ്രോഡക്റ്റ് കാണാനും ഭയങ്കര ലുക്കാണല്ലോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാല്. തീർച്ചയായിട്ടും നമുക്കത് അലുമിനിയം ആയതുകൊണ്ട് ഹാർഡ് മെറ്റീരിയൽ അല്ല, സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വളച്ചോ തിരിച്ചോ ഫയൽ ചെയ്തോ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് പലരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ അലൂമിനിയത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വലിയ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഒടിച്ചാൽ അത് എന്താ പറയുക പൊട്ടിപ്പോകില്ലെന്നൊക്കെ. കാരണം ഇവർ പറയുന്നത് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, വളരെ നേരിയതായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആണ് മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താ ഇവിടെ പറയാൻ സാധിക്കുന്നത്? സാധാരണ കണ്ടുവരുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ സെക്ഷൻസും അത് ക്ലീറ്റും സ്ക്രൂവും വെച്ചിട്ടാണ് അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മിനിമം കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മിനിമം 6 mm 8 mm തിക്നെസ് ആൻഡ് അബോവ് അതിന്റെ തിക്നെസ് ഉണ്ടാവും. അങ്ങനെ മാത്രമേ നമുക്കത് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെൽഡിങ് വരുന്നതോട് ഭയങ്കര സ്ട്രോങ് ആയി ഒരു കാലത്തും അത് കംപ്ലൈന്റും വരില്ല. ഫൈനലായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പലർക്കും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടാവാം. അത് നമ്മൾ ഈ പറയുന്ന ഹാൻഡ് റെയിലും അതേപോലെ തന്നെ ഫെൻസിങ്ങും ഇങ്ങനെയുള്ള ഗേറ്റും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ വരെയാണ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത്?
അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ഇപ്പൊ ഈ കാണുന്നത് ഇത് US-ലേക്കാണ് പോകുന്നത്, അമേരിക്ക. അപ്പൊ ഇനി വേൾഡ് എവിടെ വേണമെങ്കിലും ആരും എന്ത് ഓർഡർ ചെയ്താലും നമുക്ക് അറേഞ്ച് ചെയ്ത് ഈ ചോദ്യത്തിന് വലിയൊരു പ്രസക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതെ, ഓൾ ഓവർ കേരള എന്നല്ല, ഓൾ ഓവർ ഇന്ത്യ എന്നല്ല, ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് എത്തിച്ചു കൊടുക്കാം. ലോർഡ് കൃഷ്ണ അലൂമിനിയം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ MD സന്തോഷാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. സന്തോഷേട്ടാ പ്രത്യേകമായിട്ട് ഇപ്പം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണം തോന്നുന്നില്ല എനിക്ക്. കുറെ പ്രാവശ്യം നമ്മൾ പരിചയപ്പെട്ടു. അതെ കുറെ വീഡിയോ അലുമിനിയം ഫർണിച്ചർ, ഓടിന്റെ വിളക്ക്, പിന്നെ പാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ കണ്ടില്ല ഹാൻഡ് റെയിൽ അല്ലാതെ ഞാനിപ്പോ ചോദിക്കാൻ വന്നത് തന്നെയാണ്, ടോട്ടൽ വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാൻഡ് റെയിൽ, ഗേറ്റ്, പിന്നെ അലുമിനിയം ഫർണിച്ചറുകൾ, ബാൽക്കണികൾ, അതുമാതിരി നമുക്ക് എന്താ അലുമിനിയം ഫാബ്രിക്കേഷൻ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എന്തും ചെയ്യാം. കാസ്റ്റിംഗ് ഐറ്റം ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ അലൂമിനിയം ഫർണിച്ചർ നമ്മൾ വീഡിയോ ചെയ്തതിനു ശേഷം ഭയങ്കര കോൾസ് ആണ് അല്ലേ? ഇഷ്ടമാതിരി ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും കോൾസ് ഉണ്ട്. എനിക്കും കുറെ കോൾസ് വന്നു, 2-3 ഫോണിൽ എനിക്കും കുറെ കോൾസ് പുറത്തുനിന്നൊക്കെ വന്നു. കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളെ MP-മാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ നമ്മളിപ്പോ കണ്ടിട്ടുള്ള ഹാൻഡ് റെയിൽ ആയിക്കോട്ടെ, അല്ല മറ്റുള്ള ഫർണിച്ചറുകൾ എന്തോ ആയിക്കോട്ടെ, ഇതിനൊക്കെ വാറന്റിയോ ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഗ്യാരണ്ടിയും കൊടുക്കാം, വാറന്റിയും കൊടുക്കാം. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും 100 വർഷത്തെ ലൈഫ് അതിനെന്തായാലും നമുക്ക് ഉറപ്പ് കൊടുക്കാവുന്നതാണ്. മറ്റുള്ള പ്രോഡക്റ്റുകൾ അലുമിനിയം കാസ്റ്റിംഗ് ആണല്ലോ, ഒരിക്കലും അതിനൊരു ഫെയ്ഡ് ആവാൻ വരെ സാധ്യത കുറവാണ്. ഒന്നുമില്ല. അത് മാത്രമല്ല വേറെ കംപ്ലൈൻസ് ഒന്നും വരാൻ കൊറോഷൻ ഇല്ല, ഒരു പ്രശ്നമില്ല. അത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ, ഇതുവരെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇത് നമ്മൾ റീസെയിൽ വാല്യൂ കൂടി, റീസെയിൽ വാല്യൂ ഇപ്പോൾ ഞാൻ പറയാണെങ്കിൽ ഒരു 15 വർഷം മുന്നേ അലുമിനിയത്തിൻ്റെ വില 14 രൂപ, ഇപ്പോഴത്തെ വില 200 രൂപ 1 കിലോ സ്ക്രാപ്പ്. അതാണ് അതിന്റെ ഡിഫറൻസ്. എത്ര കാലം വെക്കുന്നു അതിനനുസരിച്ച് റേറ്റ് കൂടി വരും. അലുമിനിയം ഡെയിലി എന്ന് പറയുമ്പോൾ റേറ്റ് കൂടുന്ന ഒരു മെറ്റലല്ലേ, സ്വർണം പോലെ തന്നെ ഡെയിലി വില കൂടുന്ന ഒരു മെറ്റലാണ് അലുമിനിയം. നമ്മളിപ്പോ US-ലേക്ക് ഇപ്പൊ പോയിട്ടുള്ള ഈ ഒരു ഹാൻഡ് റെയിൽസ് ഉണ്ടല്ലോ, ഇതെങ്ങനെയായിരുന്നു ഇവിടെ ഓർഡർ ഒക്കെ വന്നത്? അത് എക്സിബിഷൻ കണ്ടതിന് ശേഷം അവർ നേരിട്ട് കമ്പനിയിൽ വന്നു, കമ്പനിയിൽ നിന്ന് വന്ന് വിസിറ്റ് ചെയ്തു. അവർ അതിന്റെ പാറ്റേൺസ് ബൈ എയറിൽ നമുക്കിവിടെ എത്തിച്ചു. ഇത് നമ്മൾ തിരിച്ച് പ്രൊഡക്ഷൻ എടുത്ത് നമ്മൾക്ക് കണ്ടെയ്നറിൽ കയറ്റി അയച്ചു. അത് പിന്നെ മോഡൽ എന്ന് പറയുന്നത് അവർ ഡ്രോയിങ് തന്നു, നമ്മളത് പാറ്റേൺ മാനുവലായിട്ട് ഡിസൈനറെ കൊണ്ട് ചെയ്യിച്ചു. അതിന് അത് കോപ്പി ചെയ്ത് അലുമിനിയത്തിലേക്ക് കൺവേർട്ടാക്കി നമ്മൾ കയറ്റി അയച്ചു. ഹാൻഡ് റെയിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് മരത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മരത്ത് ചെയ്യുന്നതും ഈ ഇവിടെ നമ്മൾ ഈ അലൂമിനിയം ചെയ്യുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഫിനിഷിങ്ങിൽ വ്യത്യാസമുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ നമ്മൾ ചെയ്തെടുക്കാനുള്ള സമയം, ഒരു ഹാൻഡ് റെയിൽ മരത്തിൽ ചെയ്യണമെങ്കിൽ സമയം കൂടുതൽ വേണ്ടി വരും. അലുമിനിയത്തിലാവുമ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും ഈസിയാണ്, ഫിനിഷിങ്ങും കൂടുതലാണ്, അത് മെയിൻ്റനൻസ് വരുന്നില്ല, പിന്നെ പോളിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അലുമിനിയം ആയിരിക്കും കുറേ കൂടി ബെറ്റർ. മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ പോളിഷ് നമുക്ക് ഏത് കളർ ചെയ്യാം, ആൻറ്റി കളർ ചെയ്യാം, ഗോൾഡ് ചെയ്യാം, വൈറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ അടുത്തൊരു ചെയ്ത വർക്ക് അലുമിനിയം വൈറ്റ് ചെയ്തു, അതും നല്ല ഭംഗിയായിട്ടുണ്ട്. ആൻറ്റി കളർ ചെയ്താൽ കുറേയും കൂടി കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെന്ന് മാത്രം, കുറേ ലൈഫ് ഉള്ളതാണ്. ഇത്രയാണ് ലോർഡ് കൃഷ്ണ അലൂമിനിയം സ്റ്റെയർകേസ്, ഹാൻഡ് റെയിൽ, അതേപോലെ തന്നെ ഗേറ്റ്, ഫെൻസിങ്, ഇതൊക്കെ ചെയ്യുന്ന വിശേഷങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ? എത്രമാത്രം നല്ല ഡിസൈനുകളിലാണ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു കസ്റ്റമർ പറയുന്ന ഡിസൈൻ മാത്രമല്ല, കസ്റ്റമർ പറയുന്ന ആ ഒരു കളറിൽ ആ പെയിന്റിംഗ് ഒക്കെ ചെയ്ത ഒരു ഭംഗിയോട് കൂടിയിട്ടാണ് ഇവിടുന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല എന്നുള്ളൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.